സമാനതകളില്ലാത്ത സമരപരമ്പരയ്ക്കാണ് കേരളത്തിലെ സർവകലാശാലകൾ ഇന്ന് വേദിയായത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നുവെന്ന് ആരോപിച്ച് കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാല ആസ്ഥാനങ്ങളിലേക്ക് അതിശക്തമായ പൊതുവിദ്യാർത്ഥി മാർച്ചും സമരവുമാണ് ഇന്ന് SFI നടത്തിയത്. കേരള സർവകലാശാലയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റെല്ലാ സർവകലാശാല VC-മാരും RSSന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്നാണ് SFIയുടെ ആരോപണം. അതേസമയം രജിസ്ട്രാർക്കും ജോയിന്റ് രജിസ്ട്രാർക്കുമെതിരെ മാത്രമല്ല, കേരള സർവകലാശാല സിൻഡിക്കേറ്റിനെ തന്നെ പിരിച്ചുവിടാൻ ചാൻസലറായ ഗവർണർ ഒരുങ്ങുന്നതായും അഭ്യൂഹമുണ്ട്. കാവ്യവൽക്കരണത്തിന് സർവകലാശാലകളെ വിട്ടുനൽകില്ല എന്ന നിലപാടിൽ സർക്കാരും തുടരുമ്പോൾ സർവകലാശാലകളിലെ അന്തരീക്ഷം സംഘർഷഭരിതവും സങ്കീർണമാവുകയുമാണ്. ഇന്ന് ആദ്യം RDX റാപ്പ് കാണാം. കണ്ണൂർ, കാലിക്കറ്റ്, MG, കേരള സർവകലാശാലകളിലേക്ക് ഒരേ സമയമാണ് SFI മാർച്ച് നടത്തിയത്. കാവിക്കൊടി പിടിച്ച ഭാരതമാതാ ചിത്രത്തെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ തർക്കങ്ങളുടെ കേന്ദ്രബിന്ദുവായ കേരള സർവകലാശാലയിലേക്ക് പ്രകടനമായെത്തിയ SFI പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് അകത്തേക്ക് ഓടിക്കയറി. പ്രധാന കവാടത്തിനു മുന്നിൽ പോലീസ് നിലയുറപ്പിച്ചതോടെ പല വഴിക്ക് സർവകലാശാലയുടെ അകത്തേക്ക് ഏറെ നേരം നീണ്ട കയ്യാങ്കളിക്കൊടുവിൽ പ്രധാന വാതിൽ തള്ളി തുറന്നു. വൈസ് ചാൻസലറുടെ ചേംബറിനരികെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. 2 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ SFI പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് പുറത്തിറങ്ങി. കണ്ണൂർ സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിലും വൻ സംഘർഷമുണ്ടായി. സർവകലാശാല ആസ്ഥാനത്തെ വാതിലും ജനൽച്ചില്ലുകളും അടിച്ചു തകർത്ത പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. MG സർവകലാശാലയിലേക്കും SFI പ്രതിഷേധ മാർച്ച് നടത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി മറ്റന്നാൾ രാജ്ഭവനിലേക്കും സർവകലാശാലയിലേക്കും വീണ്ടും SFIയുടെ പ്രതിഷേധ മാർച്ചുണ്ടാകും. RDX റാപ്പ് ന്യൂസ് മലയാളം. ഉച്ചകഴിഞ്ഞ് നീണ്ട ആ സമര പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ചിലത് കാണാം. ഹലോ, നയങ്ങൾ ആവർത്തിച്ചാൽ അടുത്ത സമരം രാജ്ഭവനിലേക്കെന്നും രാജേന്ദ്ര ആർലേക്കർക്ക് ഗോവ മുഖ്യമന്ത്രിയാകാൻ സാധിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനാണെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് പറഞ്ഞു. സാധാരണക്കാരുടെ മക്കൾ, കർഷക തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, പട്ടിണി പാവങ്ങളുടെ, സാധാരണക്കാരുടെ മക്കൾക്ക് തുച്ഛമായി പഠിക്കാൻ കഴിയുന്ന വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ് ഉന്നത വിദ്യാഭ്യാസമാണ്. ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കാം, ഒന്ന് തെക്ക് വടക്ക് നടക്കാം എന്നൊരു ഗവർണറും കരുതേണ്ടതില്ല. ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല, അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ SFIക്ക് അറിയാം. ആ പണി ഞങ്ങൾ ചെയ്യുക തന്നെ. സമരം കടുത്തതോടെ CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് സർവകലാശാല ആസ്ഥാനത്തെത്തി. എന്ത് തോന്നിയവാസവും കാണിക്കാൻ ഗവർണർ അനുവദിക്കില്ല എന്ന് MV ഗോവിന്ദനും അവിടെ വെച്ച് പറഞ്ഞു. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ
വൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം. തോന്നിയ പോലെ എന്ത് തോന്നിയാസം കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പൂർണ്ണ പിന്തുണയുണ്ട്. മറ്റു കാര്യങ്ങൾ കൂടെ പരിശോധിക്കാം. ആർലേക്കറും ഗവർണറും കടുപ്പിക്കുക തന്നെയാണ്. രജിസ്ട്രാർ KS അനിൽകുമാറിനെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് നടപടി റദ്ദാക്കും എന്ന ശക്തമായ നിലപാടിലാണ് അദ്ദേഹം. ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്യുമെന്ന സൂചനയാണ് ഇപ്പോഴുള്ളത്. സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചതായും സൂചനയുണ്ട്. എന്നാൽ ഗവർണറുടെ തീരുമാനം എന്തെന്നതിൽ പൂർണ്ണ വ്യക്തത ഇതിനകമായിട്ടില്ല. രാജ്ഭവനുമായി ഏറ്റുമുട്ടാൻ പ്രഖ്യാപിച്ചു തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും സർക്കാർ നിൽക്കുന്നത്. രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്താൽ ബദൽ നടപടി ആലോചിക്കുമെന്ന് മന്ത്രി ഇപ്പോൾ തന്നെയും വ്യക്തമാക്കി കഴിഞ്ഞു. ഇതുവരെ നടന്നതിങ്ങനെയാണ്. ജൂൺ 5-ാം തീയതി രാജ്ഭവനിലെ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം സ്ഥാപിച്ചതിലാണ് തുടക്കം. ചടങ്ങിനെത്തിയ മന്ത്രി P പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയുണ്ടായി. വലിയ വാർത്തയായത് ഭാരതാംബ ചിത്രം ഉൾപ്പെടുത്തി കേരളത്തിൽ വൻ വിവാദമുണ്ടായി. വസ്തുതാ പരിശോധനയും മറ്റും നടന്നു. ജൂൺ 19-ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഗവർണർ പങ്കെടുത്തതിൽ മന്ത്രി V ശിവൻകുട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി പരിപാടി ബഹിഷ്കരിച്ചു പോയി. ജൂൺ 25-ാം തീയതി കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ പരിപാടിയിലും ഭാരതാംബയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു. ഗവർണർക്ക് പിന്നിൽ വൻ പ്രതിഷേധവുമായി SFI പരിപാടി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച രജിസ്ട്രാർ. അങ്ങനെയാണ് സർവകലാശാലയിലേക്ക് ഇക്കാര്യം പടരുന്നത്. ജൂൺ 26-ാം തീയതി ഔദ്യോഗിക പരിപാടികളിൽ ചിത്രം വയ്ക്കരുത് എന്ന് ഗവർണറോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പരസ്യമായിട്ട് ജൂൺ 27 മുഖ്യമന്ത്രിയുടെ കത്തിന് പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി രാജ്ഭവന്റെ മറുപടി. അത് കത്തായിരുന്നു, അതിന് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവങ്ങളിൽ കേരള സർവകലാശാല രജിസ്ട്രാറോട് വിശദീകരണം തേടി VC. ജൂൺ 28-ാം തീയതി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചതിനാലാണ് പരിപാടി തടഞ്ഞത് എന്ന രജിസ്ട്രാറുടെ വിശദീകരണം പുറത്തു വന്നു. ഗവർണറുടെ കത്തിന് വീണ്ടും മറുപടി അയച്ചു മുഖ്യമന്ത്രി. ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്തിടപാട് തുടർന്നു. ജൂൺ 30-ന് രജിസ്ട്രാർക്കെതിരെ രാജ്ഭവന് റിപ്പോർട്ട് നൽകി VC മോഹനൻ കുന്നുമ്മൽ. ജൂലൈ 2-ാം തീയതി രാജ്ഭവന്റെ നിർദ്ദേശാനുസരണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു VC എന്ന് നമ്മൾ കാണുന്നു. ജൂലൈ 3-ാം തീയതി VCയുടെ സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ ഹൈക്കോടതിയിലേക്ക് പോയി. ജൂലൈ 6-ാം തീയതി രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചു കേരള സർവകലാശാല സിൻഡിക്കേറ്റ്. താൽക്കാലിക VC സിസ തോമസ് സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് ജൂലൈ 7-ാം തീയതി കേരള സർവകലാശാലയിലെത്തി പദവി ഏറ്റു രജിസ്ട്രാർ KS അനിൽകുമാർ. സസ്പെൻഷൻ പിൻവലിച്ചത് അറിയിച്ച് ഹൈക്കോടതിയിലെ ഹർജി പിൻവലിക്കുകയുണ്ടായി. പിന്നീട് രജിസ്ട്രാർ താൻ ഇറങ്ങിപ്പോയിട്ടും യോഗത്തിൽ തുടർന്നതിൽ ജോയിന്റ് രജിസ്ട്രാറോട് VC റിപ്പോർട്ട് തേടി. മറുപടി നൽകാൻ 2 ആഴ്ച സമയം തേടി അവധിയിൽ പ്രവേശിച്ചു ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ. രജിസ്ട്രാർക്കും ജോയിന്റ് രജിസ്ട്രാർക്കും പകരം മറ്റു 2 പേരെ VC ഉടനടി നിയമിച്ചു. ഇപ്പോൾ കേരള സർവകലാശാലയിൽ 2 രജിസ്ട്രാറും 2 ജോയിന്റ് രജിസ്ട്രാറും ഫലത്തിൽ ഉണ്ട്. ഇതാണ് സാഹചര്യം. അതേ തുടർന്നാണ് വിദ്യാഭ്യാസ മേഖലയിലാകെ പ്രശ്നമുണ്ടാക്കുകയാണ് ഗവർണർ എന്ന് പറഞ്ഞിട്ട് SFI ഇന്ന് വലിയ ശക്തമായിട്ടുള്ള സമരം നടത്തിയത്. സാധാരണഗതിയിൽ ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് CPM-ഉം SFI-യും പ്രതിപക്ഷ സംഘടനകളായിരിക്കുമ്പോഴാണ് ഇത്ര ശക്തമായുള്ള സമരം നടക്കാറ്. ഇപ്പോൾ ഇത്ര ശക്തമായുള്ള സമരം നടത്താനുള്ള അവസരം ഗവർണറായിട്ട് ഉണ്ടായിക്കൊടുത്തിരിക്കുകയാണ്. ഇത് തുടരുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അടിസ്ഥാനപരമായി ഇത് രാഷ്ട്രീയം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിദ്യാഭ്യാസ വിഷയത്തിൽ നടക്കുന്ന ഒരു സമരം എന്ന നിലയ്ക്കോ അതല്ലെങ്കിൽ ഗവർണറുടെ ഇടപെടലും ഈ താൽക്കാലിക VCയുടെ ഇടപെടലും ഒക്കെ അവിടുത്തെ ഈ സർവകലാശാലയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവരൊക്കെ ഇടപെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുകയേ വേണ്ട. ഇന്നിപ്പോൾ പക്ഷേ ഈ സമരം പൂർത്തിയാകുമ്പോൾ ഈ സമരത്തിൻ്റെ വൈകുന്നേരം ഞാൻ കാണുന്ന ഒരു കാഴ്ച മറ്റ് ചാനലുകളിലെല്ലാം നമ്മളിങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പല സാഹിത്യവും കേൾക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമരം മാത്രമാണ് ഇപ്പോൾ പ്രശ്നം. അതായത് ഇന്നിപ്പോൾ നടന്ന വലിയൊരു സമരം, ആ സമരം മാത്രമാണ് പ്രശ്നം. അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളിൽ നിന്ന് ചർച്ച വഴിമാറിക്കഴിഞ്ഞു. ഇത് തന്നെയായിരുന്നോ പദ്ധതി എന്ന് ന്യായമായി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മട്ടിൽ അതായത് സംഘർഷഭരിതമായ ഒരു സാഹചര്യം സർവകലാശാലകളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ആരാണ്? അതിപ്പോൾ SFI എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ തൊട്ടപ്പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ വേറൊരു സമരം നടക്കുന്നുണ്ടല്ലോ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട്. ആ സമരത്തെ പോലീസ് നേരിടുന്ന മട്ടിൽ എന്തുകൊണ്ട് ഈ സമരത്തെ ഈ SFIക്കാർ നടത്തിയ സമരത്തെ പോലീസ് നേരിട്ടില്ല? ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. അതിലേക്ക് വന്നിരിക്കുന്നു. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? എവിടുന്നോ ഒരു ഈ പറയുന്ന സാരി ഉടുത്ത ഒരു കാവിക്കൊടി ഏന്തിയ സഹോദരിയുടെ ചിത്രം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു.
അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ വിവാദത്തിന് ഗവർണർ തിരികൊളുത്തുന്നു. സ്വാഭാവികമായും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇവിടുത്തെ കേരളത്തിലെ ഏത് ഇടതുമുന്നണിക്ക് മാത്രമല്ലല്ലോ, ഇവിടുത്തെ കോൺഗ്രസിനും അംഗീകരിക്കാൻ കഴിയില്ല, അവർ UDF അംഗീകരിക്കാൻ കഴിയില്ല. അവരും ആ വിഷയത്തിൽ കൃത്യമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അവരും കരിങ്കൊടിയുമായി ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഗവർണർക്കെതിരെ. അപ്പോൾ ഈ വിഷയത്തിൽ ആർക്കും കേരളത്തിൽ യോജിക്കാനാവാത്ത, അല്ലെങ്കിൽ BJPക്ക് ഒഴികെ മറ്റാർക്കും യോജിക്കാൻ കഴിയാത്ത ഒരു വിഷയം എടുത്തു വെച്ച് ഗവർണർ ഒരു പുതിയ, അതായത് നമ്മൾ ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നാഴിയെടുത്ത് വെയിലത്ത് വെച്ചു ഒരു അടി തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ മട്ടിൽ ഒരടി തുടങ്ങി വെച്ചു ഗവർണർ. അപ്പോൾ ഇത് BJPയുടെ സൗത്ത് ഇന്ത്യയിലെ മൊത്തം പദ്ധതികളുടെ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ ശബരിമലയിൽ ഒരു സുവർണാവസരം എന്ന നിലയ്ക്കാണ് ശബരിമല വിഷയത്തെ കണ്ടത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ യുവതീ പ്രവേശനത്തെ, കോടതി വിധിയെ സ്വാഗതം ചെയ്ത BJP പിന്നീട് നേരെ ഉൾട്ടാതിരിയുന്നതാണ് ആ വിഷയത്തിൽ കണ്ടത്. കാരണം അതിലൊരു സുവർണാവസരം ഉണ്ട് എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ്, അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ പരസ്യമായി പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കൂ, അവിടെ മുരുകനാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബിംബം. അങ്ങനെ ഒരു ബിംബത്തെ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ മുരുക ഭക്തരുടെ സമ്മേളനം BJP പ്രത്യേകം അവിടെ നടത്തി കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ ഒരു പരിപാടി നടക്കുന്നു. ഇവിടെ പുതിയത് എന്താണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ, കാരണം ഈ ചിന്താ പദ്ധതി പരമാവധി ഇതിനപ്പുറത്തേക്ക് പോകുന്നില്ല, അത് ഇതിലാണ് ഒതുങ്ങുക. സ്വാഭാവികമായും അത് ഉത്തരേന്ത്യയിലൊക്കെ വലിയ വിജയം നേടിയതാണ്. ഇപ്പോൾ രാമൻ കേരളത്തിൽ ആ നിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ബിംബമായി അവതരിപ്പിച്ചുകൊണ്ട് അതിന്മേലൊരു പ്രശ്നമുണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമൊന്നുമില്ല. കാരണം അങ്ങനെയല്ല, രാമൻ എന്നുള്ളത് വേറൊരു തരത്തിലാണ് ഇവിടെ ആളുകൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് പ്രാദേശിക ദേവതകളൊക്കെ ഉള്ളതുകൊണ്ട് ആ നിലയ്ക്ക് അതിനെ കാണില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ്, അതിനുമപ്പുറത്ത് വിശ്വാസം എന്നുള്ളതിനപ്പുറം നേരിട്ട് വിശ്വാസത്തിലേക്കല്ല തൊടുന്നത്, ദേശീയതയിലേക്ക്, നമ്മുടെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തിലേക്ക് ഒക്കെ അതിനെ തൊടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതിനകത്തൊരു ചെറിയ പ്രശ്നം തോന്നും. സ്വാഭാവികമാണ്. ഇപ്പോൾ സാരി ഉടുത്ത സഹോദരി എന്ന് വി ശിവൻകുട്ടി പറയുമ്പോൾ അതിൽ സംശയമുള്ളവർ, സാധാരണക്കാരായിട്ടുള്ളവർ ഒത്തിരി പേര് കാണും. അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കാൻ പറ്റും. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഗവർണർ അടുത്ത് അവതരിപ്പിക്കുന്നു. ആദ്യം P. പ്രസാദ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നു. അതിനുശേഷം ശിവൻകുട്ടിയുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവടക്കം ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. സർക്കാർ ഈ കാര്യത്തിൽ നിലപാടറിയിച്ച് ഗവർണർക്ക് എഴുതുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ പ്രശ്നങ്ങൾ. അതിൻ്റെ തുടർച്ചയിൽ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഈ സർവകലാശാലയിൽ ഈ സാരി ഉടുത്ത കാവിക്കോടി ഏന്തിയ സഹോദരിയുടെ ഒരു ചിത്രം വരുത്തി വെച്ചിരിക്കുന്ന പുകിലെന്തൊക്കെയാണ്? വൈസ് ചാൻസലറുടെ അധികാര ദുരുപയോഗം അവിടെ ഉണ്ടായി. ഗവർണറുടെ വിവാദപരമായ ഇടപെടൽ ഈ വിഷയത്തിൽ, അതായത് ചാൻസലർ എന്ന നിലയിൽ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്. വൈസ് ചാൻസലറുടെ ഈ സസ്പെൻഷൻ ഉത്തരവ് അടക്കമുള്ള വിഷയങ്ങളിൽ ഗവർണറുടെ ഈ വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശം അദ്ദേഹം കൊടുത്തോ എന്നുള്ളത് സമൂഹത്തിന് അവ്യക്തമാണ്. ആ നിലയ്ക്ക് ഗവർണറുടെ മൗനം ഇതിനകത്തൊരു പ്രശ്നമാണ്. ഇപ്പോഴും അതിനകത്ത് കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം എന്താണ് ഇത്, എങ്ങനെയാണിത് പരിണമിക്കുക എന്നത് കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സമരം വലിയൊരു സംഘർഷമായി മാറാനുള്ള കാത്തിരിപ്പിലാണ്. അത് ചർച്ചയാവുന്ന ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇനി ഇത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഇടപെടൽ എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന വിഷയങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നു. ഇനി നടപടിക്രമങ്ങൾ മൊത്തം തകിടം മറിച്ചിരിക്കുന്നു. ചട്ടം മൊത്തം തകിടം മറിച്ചിരിക്കുന്നു. ഇതിൽ മൊത്തം അവ്യക്തത കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അതിന് പകരം ഇന്നത്തെ സമരമാണോ പ്രധാനപ്പെട്ട ചർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യത്തിൽ വിയോജിപ്പാണ്. അതെ, ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഇതിപ്പോൾ വലിയൊരു സമരമാണ് നടന്നത്. കുട്ടികളെല്ലാം ഇങ്ങനെ ഓടുകയും ഈ സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന നടന്നതുകൊണ്ട് അടി വീണില്ല, വലിയ തോതിൽ വീണില്ല എന്നത് വസ്തുതയാണ്. ഈ പ്രതിപക്ഷം ആണ് ഭരിക്കുമ്പോഴാണ് SFI നടത്തിയതെങ്കിൽ ഇതിനകം വലിയ തോതിൽ അടി ഉണ്ടാവുകയും ചെറുപ്പക്കാർക്കാരുള്ള കുട്ടികൾക്ക് വലിയ തോതിലുള്ള സംഘർഷത്തിൽ പരിക്കേൽക്കാൻ പറ്റും ചെയ്തേനെ. ഇപ്പോൾ അതുണ്ടായില്ല. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായൊരു കാര്യം ഹർഷന് പറഞ്ഞാലെല്ലാം ഉണ്ട്, പക്ഷേ ഇത് സങ്കടകരമായൊരു കാര്യം, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ നേതാക്കളോ ഉണ്ടാക്കിയൊരു പ്രശ്നമല്ല ഇത് എന്നതാണ്. രാഷ്ട്രീയാതീതമായി കണക്കാക്കപ്പെടുന്ന ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന തലമുതിർന്ന ഒരു നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒരു പടം വെക്കുന്നതിലാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നം പോലുമല്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്തെല്ലായിടത്തും BJP നിയോഗിച്ച ഗവർണർമാരാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളത്. പല BJP ഇതര പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJPക്കാരും RSSകാരും കടുത്ത RSSകാരായിട്ടുള്ള ഇദ്ദേഹത്തോടെ തന്നെ തലമുതിർന്ന നേതാക്കൾ ഗവർണർമാരായിട്ടിരിക്കുന്നുണ്ട്. അവരാരും അവരുടെ പരിപാടി കൊണ്ടുപോയിട്ട് രാജ്ഭവനിൽ ഈ പറയുന്ന സാരി ഉടുത്ത ഭാരതാംബയെ കൊണ്ടുപോയി വെക്കുന്നില്ല. അപ്പോൾ ഇത് ഇദ്ദേഹം മാത്രം വെക്കുകയാണ്. ഇപ്പം നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ, അതും PS ശ്രീധരൻ വളരെ മുതിർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിലോ അല്ലെങ്കിൽ അവിടുത്തെ പരിപാടികളിലോ ഈ ഭാരതാംബയെ കൊണ്ടുവന്ന് വെക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആനന്ദബോസിൻ്റെ കാര്യം പറയേണ്ടല്ലോ, അദ്ദേഹം RSSകാരനല്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും വെക്കുന്നുണ്ടാവില്ല. പല സംസ്ഥാനങ്ങളിലും ഇത് വെക്കുന്നില്ല. അപ്പോൾ ഇത് ഇദ്ദേഹം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ
അതിനകത്തുണ്ടായ പ്രശ്നമാണല്ലോ ഇത് എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരെണ്ണ സമരം തൊട്ട് ഇങ്ങോട്ട് ഒരെണ്ണയാണോ രണ്ടെണ്ണയാണോ ഒരെണ്ണ സമരം തൊട്ട് ഇങ്ങോട്ട് എത്രക്ക് വിദ്യാർത്ഥി സമരങ്ങൾ കണ്ടു കേരളം. അതെല്ലാം ഒരു പ്രശ്നമാണ്. ഈ ഒരെണ്ണ സമരത്തിനകത്ത് ഒരെണ്ണ എന്ന് കാണിക്കുന്ന പോലെ വിദ്യാർത്ഥികൾക്കുള്ള പൈസയാണല്ലോ അത്, അല്ലേ? ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളുടെ മുകളിൽ വലിയ സമരങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് നടക്കുന്നത് എന്താണ്? ഈ നടക്കുന്നത് ഗവർണർ പദവിയിലിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഫോട്ടോ വെപ്പ്. അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ വെക്കാവുന്ന ഫോട്ടോ എടുത്ത് പക്ഷേ പുറത്ത് വെക്കണം. ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണിത് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇതിപ്പോൾ CPM മുന്നിൽ പക്ഷേ അനിതര സാധാരണമായിട്ടൊരു അസുലഭ അവസരം വന്ന് വീണിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സാധാരണ ഇതിൽ 9 വർഷമൊക്കെ ഭരിച്ച് 2 ടേമൊക്കെ ഭരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സമരശേഷിയൊക്കെ കുറഞ്ഞു പോകുമെന്നാണ് അവർ തന്നെ വിലയിരുത്താറ്. ഇതിപ്പോൾ പക്ഷേ അപ്പുറത്ത് നല്ലൊരു പ്രതിപക്ഷത്തെ കിട്ടിയിരിക്കുകയാണ്. ഇവരാണ് ഭരിക്കുന്നത്, പക്ഷേ ഇവർക്ക് പ്രതിപക്ഷത്തെ പോലെ സമരം നടത്താൻ SFIക്കാർക്ക് ഇപ്പോൾ 2 ചെറുപ്പക്കാർ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. PS സഞ്ജീവും ശിവപ്രസാദ് അവരുടെ രാഷ്ട്രീയ ആർജവത്തോട് സംസാരിക്കുന്നതായിട്ട് അവർക്ക് ആകെ പ്രചരിപ്പിക്കാനുള്ള ബൈറ്റ് കിട്ടുകയാണ്. ഇപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഗവർണറായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിനും മറ്റിതര പ്രതിപക്ഷത്തിരിക്കുന്ന BJP വിരുദ്ധ പാർട്ടികൾക്കും നിഷേധിക്കാനാകാത്ത ഒരു രാഷ്ട്രീയ വിഷയം ഇവരുടെ മുന്നിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ ആർലേക്കർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങൾ BJPയുടെയും RSSൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആത്യന്തികമായിട്ട് ഇത് ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിനും CPMനുമാണ്. അവർക്ക് അപ്പുറത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുകൊണ്ടൊരു വിഷയം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് മാറുന്ന സംഭവമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം വേടൻ്റെ വിഷയം ഓർത്ത് നോക്കൂ. വേടൻ്റെ വിഷയം വലിയ തോതിൽ BJPക്കാർ ഉയർത്തി. ഒരാൾ പരാതിയെ കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ എന്ത് സംഭവിച്ചു? BJP തന്നെയും ഒരു സ്റ്റെപ്പ് പിന്നോട്ട് നിൽക്കണം കേട്ടോ എന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. രഹസ്യമായിട്ട് ഇനി അതിനകത്ത് ഇടപെടരുത്, വേടൻ്റെ വിഷയത്തിൽ ഇടപെടരുത് എന്ന് രഹസ്യമായിട്ട് പാർട്ടി നേതാക്കൾക്ക് സംസ്ഥാന നേതൃത്വം തന്നെയും രേഖാമൂലം പേപ്പർ കൊടുത്തു എന്ന് ഒരാൾ ഒരു TV ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെ അവർ സമരത്തിൽ പിന്നോട്ട് പോകേണ്ടി വന്നു. ഇതിപ്പോൾ ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ വ്യക്തിപരമായിട്ട് മുൻകൈ എടുത്ത് നടന്നൊരു സമരം ഒരു പ്രശ്നമാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ ആദ്യം സംശയിച്ചിരുന്നത് ഇതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് RSSൻ്റെയും BJPയുടെയും എന്നാണ്. ഇപ്പോൾ ഈ സമരം വഴി CPMും SFIയും നേട്ടം ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് തിരിച്ചു തോന്നുകയാണ് ഇത് ആർലേക്കർ മാത്രമായിട്ട് വ്യക്തിപരമായിട്ട് എടുക്കുന്ന ഒരു നിലപാടായിരിക്കണം. ഒരുപക്ഷെ RSSനകത്തും BJPക്കകത്തും ഒരു ചെറിയ മുറുമുറുപ്പ് ഇതിനകം തുടങ്ങിയിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാത്തിൻ്റെയും തുടക്കം കാവിക്കൊടി പിടിച്ച ഭാരതമാതാ ചിത്രത്തിലാണ്. നമ്മൾ പറഞ്ഞു, ഒരു പ്രത്യേക മതബിംബത്തെ, ഒരു പ്രത്യേക രാഷ്ട്രീയ ധാരയുമായി പ്രത്യക്ഷത്തിൽ തന്നെ ബന്ധമുള്ള ഒരു സൂചക ചിഹ്നത്തെ ഇന്ത്യയുടെ ആകൃതിയായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ സർവകലാശാല അക്കാദമിക സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊരു കക്ഷി രാഷ്ട്രീയ പക്ഷപാതിത്വം എന്ന നിലക്കല്ല പലരും അതിനോടൊപ്പം ചേരുന്നത്. ഇന്ത്യ എന്ന സങ്കല്പത്തിനൊപ്പം എല്ലാവരും ചേർന്ന് നിൽക്കുന്നുവോ ഇല്ലയോ എന്നത് മാത്രമാണ് ചോദ്യം. കൂടിക്കലരുകളുടെ സഹിഷ്ണുതയുടെ സമവായത്തിൻ്റെ ഇന്ത്യൻ ദീർഘചരിത്രത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ ഭരണഘടനയുടെ ഒക്കെ വെളിച്ചത്തിൽ ഇന്ത്യ എന്താണ്, ആ സങ്കല്പം രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്ന ആലോചനകൾക്കും ചർച്ചകൾക്കുള്ളൊരു അവസരം കൂടിയായിട്ട് ഈ സമയമൊക്കെ മാറിത്തീരുകയാണ്. RDX അടുത്ത വിഷയത്തിൽ.